നമസ്കാരം, എല്ലാവർക്കും ടെക് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഒരു 22 കിലോ വാട്ടിൻ്റെ മോട്ടർ അഴിച്ച് സർവീസ് ചെയ്ത് അതിൻ്റെ ബെയറിങ്ങും ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണത് അതിൻ്റെ പുള്ളി സൈഡിലുള്ള കീ ഊരിയെടുക്കുകയാണ്. കീ ഊരാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്തൊരു ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കീ ഊരി പോരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്തു, കീ ഊരി പോന്നു. അതിനുശേഷം നമ്മൾ മോട്ടറിൻ്റെ ഫാൻ കവർ അഴിക്കുകയാണ്. ഫാൻ കവറിൻ്റെ 4 ബോൾട്ട് ഉണ്ട്. 4 ബോൾട്ടും നമ്മൾ അഴിക്കുകയാണ്. 4 ബോൾട്ട് അഴിക്കുന്നതോട് തന്നെ ഫാൻ കവർ പുറത്തേക്ക് പോന്നു. നമുക്ക് ഈ മോട്ടറിന് വന്നിട്ട് ഫാൻ മെറ്റലിൻ്റെ ഫാനാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മെറ്റലിൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ പുള്ളറിട്ട് ഊരിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളറിടുന്നതിന് മുന്നായിട്ട് നമുക്കതിൻ്റെ സർക്ലിപ്പ് ഊരി പുറത്തേക്ക് എടുക്കാം. സർക്ലിപ്പ് വലിയ ടൈറ്റില്ലാത്തൊരു സർക്ലിപ്പാണ്, ഫ്രീ ആയിട്ട് ഊരി പോകുന്നത് സാധാ ഒരു സർക്ലിപ്പാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് WD-40 ഫാനിൽ അഴിക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഫാൻ പുറത്തേക്ക് പോകും. അതിനുശേഷം നമുക്ക് പുള്ളർ ഫാനിലിട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുന്നതോടെ തന്നെ ഫാൻ മൂവ്മെൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഷാർപ്പ് മൂവ്മെൻ്റ് ആയി തുടങ്ങി, ഈസി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫാൻ അവിടെ നിന്ന് അഴിഞ്ഞു പോകുന്നു, ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ ഫാൻ കിട്ടും. അതിനുശേഷം ഫാനും കീ ഉണ്ട്, ആ കീ നമുക്ക് ഊരിയെടുക്കാം. സെയിം പുള്ളിയുടെ കീ പോലെ തന്നെയാണ്. അതിനൊരു ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് കീ പുറത്തേക്ക് ഊരി പോരുന്ന സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്തപ്പോൾ കീ തനിയെ പുറത്തേക്ക് വരികയാണ്. അധികം സ്ട്രെയിൻ ഇല്ലാതെ തന്നെ കീ നമുക്ക് പുറത്തെടുക്കാൻ പറ്റി. സാധാരണ ഒരു കീയാണ്. ബോൾട്ട് ഇടുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കീയാണ്. അതിനുശേഷം നമുക്ക് മോട്ടറിൻ്റെ കവറിൽ നമുക്ക് ഒരു പഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് അസംബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോട്ടറിൻ്റെ അലൈൻമെൻ്റ് ഒന്നും മാറലുണ്ടാവില്ല. മോട്ടറിന് വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് മോട്ടറിൻ്റെ 2 സൈഡിലും ഒരു പഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മോട്ടറിൻ്റെ കവർ അഴിക്കാം. അതിനായിട്ട് എല്ലാ ബോൾട്ടുകളും, ഒരു സൈഡിൽ 4 ബോൾട്ടാണ് ഈ മോട്ടറിനുള്ളത്. 2 സൈഡിലും 4 ബോൾട്ട് വീതമുണ്ട്. നമുക്ക് 4 ബോൾട്ടുകളും അഴിച്ചെടുക്കാം. ബോൾട്ടുകളെല്ലാം തന്നെ അഴിഞ്ഞു പോന്നിട്ടുണ്ട്. അധികം ടൈറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ബോട്ടെല്ലാം അഴിഞ്ഞു പോകുന്നു. നമുക്ക് ഈസിയായി കാര്യങ്ങൾ. ഇനി നമുക്ക് കവറ് ഒന്ന് ഹാമർ ചെയ്തിട്ട് ഊരിയെടുക്കാം. നമ്മുടെ അടുത്തുള്ളത് ഒരു നൈലോണിൻ്റെ റോഡാണ്. ജസ്റ്റ് അത് വെച്ചിട്ട് ഒന്ന് ഹാമർ ചെയ്യാണ്. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അധികം ടൈറ്റും ഇല്ല. ഹാമർ ചെയ്യുമ്പോൾ തന്നെ അത് ലൂസ് ആവുന്നുണ്ട്. ഫ്രീ ആയിട്ട് പോരുന്നുണ്ട്. കവറ് ഫ്രീ ആയി ലൂസായി നമുക്ക് പുറത്തേക്ക് എടുക്കാം. പുള്ളി സൈഡാണ് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഫാൻ സൈഡിലുള്ള കവറും റോട്ടറും ഒറ്റ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റോട്ടറിൻ്റെ കൂടെ തന്നെ ഫാൻ സൈഡ് കവറ് പുറത്തേക്ക് ഊരിയെടുക്കാം. ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്, വൈൻഡിങ്ങിൽ ടച്ച് ആവരുത്. ഫാൻ സൈഡ് കവറിൻ്റെ ഉള്ളിൽ ഒരു സർക്ലിപ്പ് വെച്ച് ലോക്കാണ് ബെയറിങ്. അപ്പോൾ ആ സർക്ലിപ്പ് നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് കവറിലൊന്ന് ഹാമർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവർ ഊരി പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ കവർ ഫ്രീ ആയി മൂവ് ആയിട്ടുണ്ട്. ഹാമർ ചെയ്തു പുറത്തേക്ക് വന്നു, കവർ ഊരി വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചു വയ്ക്കും. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് റോട്ടറിൻ്റെ ബെയറിങ് ഊരിയെടുക്കാം. മോട്ടറിൻ്റെ വൈൻഡിങ് എല്ലാം വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ്. നമുക്കിനി റോട്ടറിൻ്റെ ബെയറിങ് ഊരിയെടുക്കാം. പുള്ളർ വെച്ചിട്ട് നമുക്ക് ഊരിയെടുക്കാം. ബെയറിങ് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലിവർ വെച്ചിട്ട് പുള്ളറിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം മൂവ്മെൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബെയറിങ് മൂവ്മെൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബെയറിങ് സാവധാനം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സമയം തന്നെ മോട്ടറിൻ്റെ വൈൻഡിങ്ങിൽ ഡസ്റ്റ് എല്ലാം ഒന്ന് ബ്ലോവർ ചെയ്ത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം സ്പ്രേ വാർണിഷ് ഒന്ന് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ
ഈ വാർണിഷ് വന്നിട്ട് ഒരു 10 മിനിറ്റിൽ ഡ്രൈ ആവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ ബെയറിംഗ് ഒക്കെ അടിച്ച് വരുമ്പോഴേക്കും വാർണിഷ് ഡ്രൈ ആവും. നമുക്കപ്പോൾ തന്നെ മോട്ടർ സെറ്റ് ചെയ്യുകയും ചെയ്യാം. മോട്ടർ വാർണിഷിൽ അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ബെയറിംഗ് എത്തിയിട്ടുണ്ട്. ബെയറിംഗ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഫെയർ ക്ലിപ്പ് റോട്ടറിൽ ഇടണം. ബെയറിംഗ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ബെയറിംഗ് ഷാഫ്റ്റിൽ അടിക്കാം. നമ്മളിവിടെ പൈപ്പ് വെച്ചിട്ടാണ് ബെയറിംഗ് ഹാമർ ചെയ്തിരുന്നത്. അപ്പോൾ കറക്റ്റ് സൈസിലുള്ള പൈപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. നമ്മൾ ആ പൈപ്പ് വെച്ചിട്ട് ഹാമർ ചെയ്ത് ബെയറിങ്ങിൻ്റെ പൊസിഷനിൽ എത്തിച്ചിട്ടുണ്ട്. കറക്റ്റ് പൊസിഷനിൽ ബെയറിംഗ് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലെ ബെയറിംഗ് കൂടി റോട്ടറിൽ അടിക്കാം. പൈപ്പ് വെച്ചിട്ട് ബെയറിംഗ് അടിച്ച് നമ്മൾ ഇടാണ്. ഇനി നമുക്ക് ഫാൻ സൈഡിലെ കവറ് റോട്ടറിൽ സെറ്റ് ചെയ്യാം. റോട്ടർ നേരെ വെച്ചിട്ട് നിവർത്തി വെച്ചിട്ട് അതിനകത്തേക്ക് കവറ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കവറ് റോട്ടറിലേക്ക് ഇടാൻ പറ്റും. കവർ ഇട്ടിട്ട് സെയിം പൈപ്പ് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ പൈപ്പ് ഇരിക്കും. പൈപ്പ് വെച്ച് ഹാമർ ചെയ്യുമ്പോൾ എല്ലാ വശത്തും ഒരേ ഫോഴ്സ് തന്നെ കിട്ടുന്നതുകൊണ്ട് കവറിന് അലൈൻമെൻ്റ് ഒന്നും മാറാതെ തന്നെ കവറ് പൊസിഷനിൽ സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് സർക്ലിപ്പ് അതിൻ്റെ സ്ലോട്ടിലേക്ക് ഇടാം. കറക്റ്റായിട്ട് വേണം. സർക്ലിപ്പ് ലോക്കായി. ഇനി ബെയറിംഗ് മൂവ്മെൻ്റ് ആയിരിക്കും. റോട്ടർ ലോക്കായി. അടുത്തതായിട്ട് നമുക്ക് റോട്ടറിനെ വൈൻഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ശ്രദ്ധിക്കണം, വൈൻഡിങ്ങിന് ടച്ച് ആവുന്ന രീതിയിൽ റോട്ടർ നമ്മൾ കയറ്റിയിട്ടു. ഇനി നമ്മുടെ പഞ്ച് മാർക്ക് നോക്കിയിട്ട് കറക്റ്റ് പൊസിഷനിൽ മോട്ടറിൻ്റെ കവറ് സെറ്റ് ചെയ്ത് വയ്ക്കാം. കറക്റ്റ് നമ്മുടെ പഞ്ച് മാർക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് തന്നെ വെക്കുകയാണ് ചെയ്തത്. ഈസി ആയി കാര്യം. ഇനി നമുക്ക് അടുത്ത സൈഡിലെ കവറിൽ നമ്മുടെ ബെയറിങ്ങിൻ്റെ സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് നമുക്ക് കുറച്ച് ഗ്രീസ് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് എടുത്ത് വയ്ക്കാം. ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇനി ബോഡി ബോൾട്ട് 4 ടൈറ്റ് ചെയ്യാം. കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം അഴിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ബോൾട്ടുകൾക്കും കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. 4 ബോൾട്ടാണ് സൈഡിലുള്ളത്. 4 ബോൾട്ടും കറക്റ്റ് സൈസാണ്. ഈ മോട്ടറിന് വന്നിട്ട് 2 സൈഡിലെ ബോൾട്ടുകളും ഒരേ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുശേഷം നമുക്ക് മോട്ടറിൻ്റെ ചെറുതായിട്ട് കവറൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. 4 ബോൾട്ടുകളും കുറച്ച് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത സൈഡിലെ കവറ് നമുക്ക് അതിൽ കയറ്റിയിടാം. ഇപ്പോൾ 4 സൈഡിലെ ബോൾട്ടുകളും ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബോൾട്ടും ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുള്ളി സൈഡിലുള്ള കവറ് ബെയറിങ്ങിലേക്ക് ഇടാം. കറക്റ്റായിട്ട് സെറ്റ് ആവുന്നുണ്ട്. നമ്മുടെ പഞ്ച് മാർക്ക് നോക്കിയിട്ട് ബോൾട്ട് നമുക്ക് ഇനി കവറിടാം. കറക്റ്റ് പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് ബോൾട്ട് ഇടാം, ടൈറ്റ് ചെയ്യാം. 4 ബോൾട്ട് ഇട്ടതിന് ശേഷം തന്നെ നമുക്ക് വീണ്ടും സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. എല്ലാ ബോൾട്ടുകളും ഇടാം. 4 ബോൾട്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വശവും ഈക്വലായിട്ട് ടൈറ്റ് ചെയ്യണം. ഇനി ഫാൻ കവർ ഔട്ടായി പോകും. എല്ലാ ബോൾട്ടുകളും ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി
ഫുൾ ടൈറ്റ് ചെയ്യാണ്, ഫൈനൽ ടൈറ്റ് ചെയ്യാണ്. എല്ലാ സൈഡും ഓപ്പോസിറ്റ് സൈഡ് ഫുൾ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഫുൾ ടൈറ്റ് ചെയ്യണം. നാല് ബോൾട്ടുകളും ഓപ്പോസിറ്റ് സൈഡ്. ടോപ്പ് ബോൾ ഫുൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാൻ ഇടാം. ഫാൻ്റെ ചാവി എല്ലാം വെച്ച് നമ്മളൊന്ന് ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫാൻ കയറി പോകുന്നതാണ്. കറക്റ്റ് ഫാൻ ഫസ്റ്റ് പൊസിഷനിലാക്കിയിട്ടുണ്ട്. ഇനി ഹാമർ ചെയ്യാം. കറക്റ്റായിട്ട് ഹാമർ ചെയ്യാണ്. ഫാൻ പൊസിഷനിലാണ്. ഫാൻ നമ്മൾ വന്നിട്ട് പൈപ്പ് വെച്ചാകുമ്പോൾ എല്ലാ വശത്തും ഒരേപോലെ തന്നെ ഹാമറിങ് കിട്ടും. അപ്പോൾ വേറെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയൊന്നുമില്ല. കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട് ഫാൻ. ഇനി നമ്മുടെ സർക്ലിപ്പ് ഇടാണ്. സർക്ലിപ്പും കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഫ്രീ ആയി വീണു. സർക്ലിപ്പ് വീണിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. സർക്ലിപ്പ് ഫ്രീ അല്ലേ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം. ഫ്രീ ആയിട്ടുണ്ട് സർക്ലിപ്പ്. മോട്ടർ ഫ്രീ ആണ്. ചാവി ഇനി പുള്ളിയുടെ ചാവിയും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചേക്കാം. ചാവി കറക്റ്റായിട്ട് പൊസിഷനിൽ വെക്കാം. ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്താൽ അതിൽ ടൈറ്റായിട്ട് വന്നോളും. ഓക്കെ, ചാവി സെറ്റായിട്ട് മോട്ടർ ഫുള്ളായിട്ട് ഫ്രീ ആണ്. നമുക്ക് ഫാൻ കവർ മോട്ടറിലിടാം. നമ്മുടെ മോട്ടറിൻ്റെ അസംബ്ലിംഗ് എല്ലാം ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. കവറിൻ്റെ ബോൾട്ടുകളെല്ലാം കറക്റ്റായിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ബോൾട്ടുകളും 4 ബോൾട്ടുകളും ഒരേപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇനി മോട്ടർ റൺ ചെയ്ത് നോക്കാം. നമുക്ക് ടെമ്പററി ആയിട്ടൊരു സപ്ലൈ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് നമുക്ക് സ്റ്റാർ കണക്ഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തു നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ടെമ്പററി കണക്ഷനാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ടെമ്പററി കണക്ഷൻ കൊടുക്കുന്നത്. ടെമ്പററി കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെമ്പററി കണക്ഷൻ കൊടുത്ത് കവർ എടുത്തിട്ട് നമുക്ക് സേഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. കവറെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. മോട്ടർ ഇപ്പോൾ ഒരു ലോഡ് ഇല്ലാത്തതുകൊണ്ട് 2.6 ആംപിയർ എടുക്കുന്നുണ്ട്. മോട്ടർ സ്മൂത്തായിട്ടാണ് റൺ ചെയ്യണത്. വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഫ്രീ ആയിട്ട് മോട്ടർ കറങ്ങുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെ മോട്ടർ കറങ്ങുന്നുണ്ട്. ഫ്രീ ആണ്. കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം കണക്ഷൻ കൊടുക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ടെക് മീഡിയ. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.